ഭയങ്കര ദുഃഖത്തോടെ കണ്ടൊരു വാർത്തയായിരുന്നു കോട്ടയം പേരൂരിൽ അമ്മയും പെൺകുഞ്ഞുങ്ങളും പുഴയിൽ ചാടി മരിച്ചു എന്നുള്ളത്. അത് ഭർത്താവ് ജിമ്മിക്കെതിരെ ആണ് ആരോപണവുമായി കുടുംബം രംഗത്തെത്തുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുടുംബം പരാതി നൽകാൻ ഒരുങ്ങുകയാണല്ലേ? പേരൂരിലെ ആ സംഭവം നമ്മളെയൊക്കെ തന്നെ വലിയ രീതിയിൽ ഞെട്ടിച്ചതാണ് ശ്രുതി. സ്വാഭാവികമായിട്ടും പോലീസിന് അതിലേക്ക് ആക്ഷനിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പരാതി പോലീസിന് മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഈ ജിസ്മോളുടെ മൃതദേഹം ഇപ്പോഴും ആശുപത്രിയിലാണ് ഉള്ളത്. വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ഇടയിലാണ് ഈ തുടക്കത്തിൽ ഈ ഗാർഹിക പീഡനം സംബന്ധിച്ചുള്ള പരാതികളൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നതാണ്. ഭർത്താവ് ജിമ്മിക്കെതിരെ ഗാർഹിക പീഡനം സംബന്ധിച്ചുള്ള പരാതികളുണ്ടായിരുന്നു. അതിൽ പിന്നാലെയാണ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ജിസ്മോളെ നിരന്തരമായിട്ട് സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നുള്ള പരാതി കൂടി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അത് പിതാവും ഒപ്പം തന്നെ സഹോദരനുമാണ് ആ ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ഇന്ന് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പരാതി നൽകുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പരാതി നൽകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് അതനുസരിച്ചുള്ള നടപടികളിലേക്ക് കൂടി കടക്കുകയും ചെയ്യും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കടുത്ത നടപടി ഉണ്ടാകും. അത്തരത്തിലൊരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് വ്യാപകമായി ഉയർന്നത്. ഇതിനകം തന്നെ പോലീസ് ബന്ധുക്കളുടെയും അയൽവാസികളുടെയൊക്കെ തന്നെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരാതി, അതായത് സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ പോലും വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു ഭർത്താവ് ജിമ്മി എന്നുള്ള ഒരു പരാതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതനുസരിച്ചുള്ള തുടർ നടപടികളിലേക്ക് കൂടി പോലീസ് ഇന്ന് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, അപ്പോൾ കൊച്ചി മേഖലയിൽ നിന്നായി ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഇന്നും പ്രതീക്ഷിക്കുന്നതെന്നാണ് ശരൺ പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പോൾ ശരൺ, എന്തായാലും ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. ഒരുപാട് വാർത്തകളുമായി ഇനിയും വരും മണിക്കൂറുകളിൽ നമുക്ക് കാണാം.